നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി MR സ്പോർട്സിൻ്റെ ISL ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിച്ച ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിച്ച് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ പഞ്ചാബ് FC വേഴ്സസ് FC ഗോവ പോരാട്ടമായിരുന്നു നടന്നത്. ആ പോരാട്ടത്തിൽ കരുത്തരായ FC ഗോവനെ 3 ഗോളിൻ്റെ സമനിലയിൽ പഞ്ചാബ് FC തളച്ചു കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പല സ്റ്റൈലിൽ ഗോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പല താരങ്ങളുടെ ഭാഗത്തു നിന്നും. എന്തായാലും 3-3 എന്ന നിലയിൽ FC ഗോവനെ തളർച്ചു നിർത്തിയ പഞ്ചാബ് FCക്ക് എന്തായാലും ഒരു കയ്യടി കൊടുക്കണം. കാരണം നമുക്കറിയാം FC ഗോവനെ പോലെ ഒരു വമ്പൻ ടീമിനെ എങ്ങനെ മെരുക്കിയെടുക്കണമെന്ന് പല ടീമുകൾക്കും അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ പഞ്ചാബ് FC കാഴ്ചവെച്ചെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇന്ന് ISLൽ നടക്കാൻ പോകുന്നത് കരുത്തരായ മുംബൈ സിറ്റി FC നേരിടാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCനെയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന വാർത്തയാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം കരസ്ഥമാക്കണമെന്ന്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെല്ലാം മികച്ച ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ട് മികച്ച ഒരു ലൈനപ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മത്സരത്തിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിജയം കരസ്ഥമാക്കണം. എന്തായാലും ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ പറഞ്ഞിരിക്കുന്നത് ആഡ്രിയൻ ലൂണ വൈകാതെ തന്നെ എത്തുമെന്നും ഏപ്രിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരുമെന്നും താരം ട്രെയിനിങ്ങിൽ ഇറങ്ങിയാലും അവസാന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചിലപ്പോൾ പന്ത് തട്ടാൻ ആഡ്രിയൻ ലൂണയ്ക്ക് സാധിക്കുമെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധകർ കാത്തിരിക്കുന്നത് പോലെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവസാന മത്സരങ്ങളിലെല്ലാം കളിക്കാൻ ആഡ്രിയൻ ലൂണ വരുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.